ഹലോ, ഗുഡ് മോർണിംഗ് ടു ഓൾ മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മളിപ്പോൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ട് കാര്യം എൻവയോൺമെൻറ്റൽ സ്കാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഓർഗനൈസേഷണൽ അപ്രൈസൽ എന്നുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ പ്രോസസ് ത്രൂ വിച്ച് മാനേജേഴ്സ് അനലൈസ് ദ വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ to evaluate the year relative strengths and weakness so as to meet the opportunities and threat of the environment. Simple ആയിക്കൊണ്ട് ഓർഗനൈസേഷണൽ അപ്രൈസൽ ക്യാൻ ബി കൺസിഡർ ആസ് ദി ബിഗിനിങ് ഓഫ് ദി സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. അപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്? ഓർഗനൈസേഷനെ കുറിച്ച് അപ്രൈസൽ നടത്തലാണ്. എന്താണ് ഓർഗനൈസേഷൻ സ്ട്രെങ്ത്, എന്താണ് വീക്ക്നെസ്, എന്തൊക്കെയാണ് ഇഷ്യൂസ് ഉള്ളത്, എന്തൊക്കെയാണ് നമുക്ക് നേടാനുള്ളത്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? അനലൈസ് ചെയ്യലാണെന്നുള്ളതാണ്. ഇറ്റ് ഹെൽപ്സ് ഓർഗനൈസേഷൻ ടു ഫൈൻഡ് ഇറ്റ് സ്ട്രെങ്ത് ആൻഡ് ദ പോയിന്റ് ആൻഡ് ഫോക്കസ് ഓൺ ഇറ്റ്. അല്ലേ, കൃത്യമായിട്ട് ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പോയിന്റിൽ ഫോക്കസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് ആൾസോ ഹെൽപ്സ് ടു ഫൈൻഡ് വീക്കസ്റ്റ് പോയിന്റ് ആൻഡ് ടു ഓവർകം ദാറ്റ് പോയിന്റ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മോശമായിട്ടുള്ള പോയിന്റ് ഏതാണെന്ന് മനസ്സിലാക്കാനും ആ പോയിന്റിനെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങളും എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. ഇഫ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ദാറ്റ് ആൻഡ് ദേ ക്യാൻ ഫൈൻഡ് ആൾട്ടർനേറ്റീവ് മെത്തേഡ്. അല്ലേ, അപ്പോൾ ഈ മെത്തേഡിൽ അല്ലെങ്കിൽ ഈ ഒരു വീക്ക്നെസ് അവരെ കൊണ്ട് തീർക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് അൾട്ടർനേറ്റീവായിട്ട് നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ആൾസോ ഹെൽപ്സ് ടു ഫൈൻഡ് വീക്കസ്റ്റ് പോയിന്റ് ആൻഡ് ടു ഓവർകം ദാറ്റ് പോയിന്റ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ദാറ്റ് ആൻഡ് ദേ ക്യാൻ ഫൈൻഡ് ആൾട്ടർനേറ്റീവ് മെത്തേഡ്. ആയിട്ടുള്ള മെത്തേഡ് എന്ത് ചെയ്യുന്നു? ഫൈൻഡ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നോക്കാം. നെക്സ്റ്റ് എന്താണ്? പ്രോസസ് ഓഫ് ഓർഗനൈസേഷണൽ അപ്രൈസൽ. എങ്ങനെയാണ് ഓർഗനൈസേഷൻ്റെ അപ്രൈസലിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളതെന്നുള്ളതാണ്. എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കീ ഫാക്ടേഴ്സ്. അല്ലെ, കൃത്യമായിട്ട് എന്ത് ചെയ്യണം? എന്താണ് ഓർഗനൈസേഷൻ്റെ കീ ഫാക്ടേഴ്സ്, എന്തൊക്കെയാണ് അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ചില ഫാക്ടേഴ്സ്, ചില കമ്പനികൾക്ക് അതിൻ്റെ കീ ഫാക്ടർ എന്തായിക്കാരം? ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ ആയിക്കാരം. ചില സ്ഥാപനത്തിന് അതിൻ്റെ ഏറ്റവും വലിയ കീ ഫാക്ടർ മാനേജ്മെൻ്റ് ആയിക്കാരം. നല്ല ദീർഘവീക്ഷണമുള്ള വിഷനറി മാനേജ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സ്ട്രെങ്ത്ഫുൾ മാനേജ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നല്ല എംപ്ലോയീസ് ആയിരിക്കും, ഹൈലി സ്കിൽഡ് എംപ്ലോയീസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഫിനാൻസ് ആയിരിക്കും. അപ്പോൾ എന്താണ് അതിൻ്റെ കീ ഫാക്ടർ എന്താണെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കുന്നുണ്ട്. ദെൻ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഒരു ഓർഗനൈസേഷൻ്റെ അകത്തുള്ള സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് എന്താണെന്നുള്ള കീ ഫാക്ടേഴ്സ് എന്തൊക്കെയുണ്ട്, പിന്നെ എന്ത് ചെയ്യണം? അത് സ്ട്രാറ്റജിക്കൽ കീ ഫാക്ടേഴ്സ് എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം? ഈ ഓരോ കീ ഫാക്ടറിൻ്റെയും അസസ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് കീ ഫാക്ടേഴ്സ്. അങ്ങനെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കീ ഫാക്ടേഴ്സിൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്ത് ചെയ്യണം? അസസ് എന്തൊക്കെയാണ് ഇതിൻ്റെ സ്ട്രെങ്ത് ഉള്ളത്, എന്താണ് ഇതിൻ്റെ വീക്ക്നെസ് ആയിട്ടുള്ളത്, കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുന്നതാണ്. അതിനുശേഷം എന്ത് ചെയ്യണം? പ്രിപ്പയറിങ് സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് പ്രൊഫൈൽ. അല്ലേ, നമുക്ക് എന്താണ് മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് വാട്ട് വി ഹാവ് ടു അഡ്വാൻറ്റേജ് അതേഴ്സ് എന്നുള്ള, മറ്റുള്ളതിൽ നിന്ന് എന്താണ് നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. പ്രിപ്പയറിങ് സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജസ് പ്രൊഫൈൽ എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി റിലേറ്റിംഗ് സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് സ്ട്രാറ്റജി. ഇങ്ങനെയുള്ള സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജിന് എന്താക്കി മാറ്റുക? സ്ട്രാറ്റജി ആയിട്ട് മാറ്റുക, അത് റിലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. SWOT അനാലിസിസ് എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത്. SWOT അനാലിസിസ് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ് എന്നുള്ളതിൻ്റെ ഏറ്റവും ചുരുക്കമായിട്ടുള്ള രൂപമാണ് SWOT എന്നുള്ളത്. SWOT എന്നുള്ളത് എന്താണ് നോക്കാം. ഇറ്റ് മീൻസ് അനലൈസിങ് ആൻഡ് അസസ്മെൻറ്റ് ഓഫ് കമ്പാരിറ്റീവ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ഓർഗനൈസേഷൻ ഇൻ റിലേഷൻ ടു കോമ്പറ്റീറ്റേഴ്സ് and environmental opportunities and threats which a company may be likely to face എന്നുള്ളതാണ്. It means analyze and assessment of comparative strength and weakness of organization in relation to competitors. കോമ്പറ്റീറ്റേഴ്സിനെ കമ്പയർ ചെയ്തുകൊണ്ട് ഒരു സ്ഥാപനത്തിനുള്ള ഗുണങ്ങളും ദോഷം, അല്ലെങ്കിൽ ദാറ്റ് മീൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്? സ്ട്രെങ്ത്, ശക്തിയും അതുപോലെ തന്നെ അതിൻ്റെ വീക്ക്നെസ്സും എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? SWOT അനാലിസിസ് എന്ന് പറഞ്ഞാൽ. അതോടൊപ്പം എന്ത് ചെയ്യുന്നു? ആൻഡ് എൻവയോൺമെൻറ്റൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ് വിച്ച് കമ്പനി മേ ബി ലൈക്ക് ടു ഫേസ്. അല്ലേ, ആ കമ്പനി ഉൾക്കൊള്ളുന്ന എൻവയോൺമെൻറ്റിൽ കമ്പനി നേരിടാൻ പോകുന്ന ത്രെട്ടുകളും ഓപ്പർച്യൂണിറ്റീസും എന്താണെന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. ഇതിലുള്ള രണ്ട് ഫാക്ടേഴ്സ്, ഇൻറ്റേർണൽ ഫാക്ടേഴ്സും മറ്റു രണ്ടും എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്നുള്ളത് ഒരു കമ്പനിയുടെ ഇൻറ്റേർണൽ ഫാക്ടർ ആണെങ്കിൽ
വീക്ക്നെസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ് എന്നുള്ളത് എന്താണ്, അതിൻ്റെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സായിട്ട് എന്തെന്ന് കണക്കാക്കപ്പെടുന്നു എന്നുള്ളതാണ്. സ്ട്രെങ്ത്, ഓർഗനൈസേഷൻ്റെ സ്ട്രോങ് പോയിൻ്റ് ആണ് എന്ത് സ്ട്രെങ്ത് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഇൻകാപ്പബിലിറ്റി, ലിമിറ്റേഷൻ ആൻഡ് ഡെഫിഷ്യൻസി ഇൻ റിസോഴ്സ്, അല്ലേ, റിസോഴ്സിലുള്ള ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഇൻകാപ്പബിലിറ്റി, നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, സ്യൂട്ടാക്കാൻ പറ്റുന്നില്ല, അത്തരത്തിലുള്ള റിസോഴ്സ്, അതൊക്കെയാണ് വീക്ക്നെസ്സിൽ വരുന്നത്. ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്റ്റേണൽ ടു ഓർഗനൈസേഷൻ ആൻഡ് ദേ ആർ പ്രസൻറ്റ് ഇൻ ദി എൻവയോൺമെൻറ്റൽ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ കോർപ്പറേഷൻ ഫങ്ഷൻസ്, അല്ലെ, എക്സ്റ്റേണൽ ടു ഓർഗനൈസേഷൻ ആ സ്ഥാപനത്തിൻ്റെ എക്സ്റ്റേണൽ ഫാക്ടറാണ്. അതേ സമയത്ത് എന്താണ്, ദേ ആർ പ്രസൻറ്റ് ഇൻ ദി എൻവയോൺമെൻറ്റൽ സിറ്റുവേഷൻ വിച്ച് കോർപ്പറേഷൻ ഫങ്ഷൻ, അല്ലേ, അത് എക്സ്റ്റേണൽ ഫാക്ടറാണ് എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ ഇപ്പോഴത്തെ ലെവലിൽ അവർക്കുള്ള എന്താണ് അവർക്കുള്ള സാധ്യതകൾ, അതാണ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളതാണ്. ത്രെട്ട് എന്ന് പറയുന്നതാണ് എക്സ്റ്റേണൽ ടു ഓർഗനൈസേഷൻ, അതും എക്സ്റ്റേണലാണ്. ബട്ട് വിച്ച് ആർ ഡേഞ്ചർ സിഗ്നൽ, എന്താണ് അപകടകരമായിട്ടുള്ള സിഗ്നലാണ് ഉദ്ദേശിക്കുന്നത് ടു ഓർഗനൈസേഷൻ. ഒന്ന് ഓർഗനൈസേഷനിലുള്ള അവസരങ്ങളാണെങ്കിൽ മറ്റെന്താണ് ഓർഗനൈസേഷനിലുള്ള ഡേഞ്ചർ സിഗ്നലായിട്ടാണ് ഇത് പരിഗണിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കാം എന്തൊക്കെയാണ് സ്ട്രെങ്ത്, വീക്ക്നെസ് എന്നുള്ളതാണ്. നോക്കി നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അഡീക്വേറ്റ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, അല്ലേ, കോസ്റ്റ് അഡ്വാൻറ്റേജസ്, പ്രൊജക്റ്റ് ഇന്നോവേഷൻ സ്കിൽസ്, മാർക്കറ്റ് ലീഡർഷിപ്പ്, ബെറ്റർ അഡ്വർടൈസിങ് ക്യാമ്പയിൻ, അതുപോലെ തന്നെ മാനുഫാക്ചറിങ്, ഓക്കെ, മാർക്കറ്റ് ലീഡർഷിപ്പ്, ബെറ്റർ അഡ്വർടൈസിങ് ക്യാമ്പയിൻ, പ്രോപ്പർട്ടീസ്, ടെക്നോളജി, മാർക്കറ്റ് സ്കില്ല്, പ്രൊപ്രൈറ്ററി ടെക്നോളജി, ബെറ്റർ മാനുഫാക്ചറിങ് കാപ്പബിലിറ്റി, ആക്സസ് ടു എക്കണോമിക്സ് ഓഫ് സ്കെയില്, ഇതെന്ന് പറഞ്ഞാൽ എന്താണ് ആ സ്ഥാപനത്തിലെ സ്ട്രെങ്ത്താണ്. അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നു, മാർക്കറ്റ് ലീഡർഷിപ്പാണ്, പ്രോജക്റ്റ് ഇന്നോവേഷൻ സ്കിൽസ് ഉണ്ട്, ഇതൊക്കെയാണ്. വീക്ക്നെസ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഒബ്സലേറ്റ് ഫെസിലിറ്റീസ്, അല്ലെ, വലിയ സൗകര്യങ്ങളില്ലാത്തത്, വീക്ക് മാർക്കറ്റ് ഇമേജ്, നാരോ പ്രോഡക്റ്റ് ലൈന്, വീക്ക് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, ലാക്ക് ഓഫ് മാനേജീരിയൽ ഡെപ്ത്, ബിലോ ആവറേജ്, ഹൈ ഓവറോൾ യൂണിറ്റ് കോസ്റ്റ്, നോ ക്ലിയർ സ്ട്രാറ്റജിക് ഡയറക്ഷൻ, ലോ വർക്കിംഗ് ക്യാപിറ്റൽ, ഇതൊക്കെ സ്ഥാപനത്തിൻ്റെ വീക്ക്നെസ് ആയിട്ട് എന്തെങ്കിലും കണക്കാക്കപ്പെടുന്നു. ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഫാസ്റ്റർ മാർക്കറ്റ് ഗ്രോത്ത്, അല്ലേ, മാർക്കറ്റ് ഇങ്ങനെ ഫാസ്റ്റായിട്ട് ഗ്രോത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അവസരങ്ങൾ കിട്ടുന്നു. പ്രോഡക്റ്റ് ഡൈവേഴ്സിറ്റി, ഒരുപാട് ഡൈവേഴ്സിറ്റിയുള്ള പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറങ്ങുന്നു, അപ്പോൾ ഇവർക്ക് സാധ്യതകളുണ്ട്. എൻ്റെ ന്യൂ മാർക്കറ്റ് സെഗ്മെൻറ്റ്സ്, പുതിയ മാർക്കറ്റ് സെഗ്മെൻറ്റ്സിലേക്ക് പ്രവേശിക്കുന്നു. ഫാളിങ് ട്രേഡ് ബാരിയേഴ്സ്, അല്ലേ, ട്രേഡ് ബാരിയേഴ്സ് എന്തെങ്കിലും ഇല്ലാതായി പോകുന്നു. ഇപ്പോൾ കോവിഡ് മൂലം ബാരിയേഴ്സ് ഉണ്ടായിരുന്നു, ട്രേഡ് ബാരിയേഴ്സ് ഒന്നും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, കച്ചവടങ്ങളില്ല, അപ്പോൾ ബാരിയേഴ്സ് വന്നു. പക്ഷെ ഇതൊക്കെ പോയി കഴിഞ്ഞിട്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനൊക്കെ പറ്റുന്നതായി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഫൈലിംഗ് അല്ലെങ്കിൽ ഫാളിങ് ട്രേഡ് ബാരിയേഴ്സ് ഫോളോ ചെയ്യുന്നു. എക്സ്പെൻഷൻ ഓഫ് പ്രോഡക്റ്റ് ലൈൻ. ത്രെട്ട് എന്താണ്, റൈസിങ് സെയിൽസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, അല്ലേ, സബ്സ്റ്റിറ്റ്യൂട്ട്സിൻ്റെ സെയിൽ എന്ത് ചെയ്യുന്നു, ഉയരുന്നു. ഫോർ എക്സാമ്പിൾ പെട്രോളിൻ്റെ വില കൂടുന്നതുകൊണ്ട് ഇലക്ട്രിക് വാഹനങ്ങളുടെ സെയിൽ വർദ്ധിക്കുന്നു, അപ്പോൾ സ്വാഭാവികമായിട്ട് പെട്രോൾ വണ്ടീൻ്റെ ഡിമാൻഡ് കുറയാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്ന പോലെ എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഗുഡ്സിൻ്റെ എന്ത് ചെയ്യുന്നു സെയിൽ റൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഒറിജിനൽ പ്രോഡക്റ്റിൻ്റെ വില എന്ത് ചെയ്യും, കുറയാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സ്ലോവർ മാർക്കറ്റ് ഗ്രോത്ത്, ഗ്രോയിങ് ബാർഗെയിനിങ് പവർ ഓഫ് കസ്റ്റമേഴ്സ്, അല്ലേ, കസ്റ്റമേഴ്സ് അങ്ങനെ ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ത്രെട്ടാണ്. കിട്ടുക 10 രൂപയ്ക്ക് വരും, 5 രൂപയ്ക്ക് വരും, 2 രൂപയ്ക്ക് വരും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ എന്താക്കുക, ചേഞ്ച് ബയർ നീഡ്സ്, അല്ലെ, അഡ്വർടൈസ് ഡെമോഗ്രാഫിക് ചേഞ്ച് എന്നുള്ളത്. നെക്സ്റ്റ് നോക്കാം. ഫോർ ദി സക്സസ് ഓഫ് സ്ട്രാറ്റജി 3 കണ്ടീഷൻസ് മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ്. ഒരു സ്ട്രാറ്റജി വിജയിക്കണമെന്നുണ്ടെങ്കിൽ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം എന്നാണ്. സ്ട്രാറ്റജി മസ്റ്റ് ബി കൺസിസ്റ്റൻറ്റ് വിത്ത് ദി കണ്ടീഷൻസ് ഇൻ ദി കോമ്പറ്റീവ് എൻവയോൺമെൻറ്റ്, അല്ലേ, ഈ കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റിൽ സ്ട്രാറ്റജി എന്തായിരിക്കും, അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, ഒരു സ്ഥിരമായ സ്ട്രാറ്റജി ആയിരിക്കണം. അതേപോലെ തന്നെ സ്ട്രാറ്റജി മസ്റ്റ് പ്ലേസ് റിയലിസ്റ്റിക് റിക്വയർമെൻറ്റ്സ് ഓഫ് ദി ഫേംസ് ഇന്റേണൽ റിസോഴ്സ് ആൻഡ് ക്യാപിറ്റൽസ്. റിയലിസ്റ്റിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഫുൾഫില്ല് ചെയ്യുന്ന രീതിയിലായിരിക്കണം സ്ട്രാറ്റജി ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രാറ്റജി മസ്റ്റ് ബി കെയർഫുള്ളി എക്സിക്യൂട്ട്, അല്ലെ, കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം എന്തിൻ്റെ സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഈ കാര്യങ്ങൾ ചെയ്താൽ വിജയിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. നോക്കാം. നെക്സ്റ്റ് പോയിന്റ്, ക്രൈറ്റീരിയ ടു ഡിറ്റർമൈൻ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നമുക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു സ്ഥാപനത്തിൻ്റെ സ്ട്രെങ്ത് വീക്ക്നെസ്സും ഐഡൻറ്റിഫൈ ചെയ്യാൻ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഹിസ്റ്റോറിക്കൽ ഓർ പാസ്റ്റ് പെർഫോമൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ, ആ സ്ഥാപനത്തിൻ്റെ പഴയകാല പെർഫോമൻസ് അല്ലെങ്കിൽ പാസ്റ്റ് പെർഫോമൻസ് അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോർമാറ്റീവ് ക്രൈറ്റീരിയൻ, അല്ലേ, ബേസ്ഡ് ഓൺ ഇൻഡസ്ട്രിയൽ പ്രാക്ടീസ് ആൻഡ് പേഴ്സണൽ ഒപ്പീനിയൻ നോംസ് ഫോർ ഇവാലുവേഷൻ, ഇൻഡസ്ട്രിയൽ പ്രാക്ടീസിൻ്റെയും അതേപോലെ തന്നെ പേഴ്സണൽ ഒപ്പീനിയൻ്റെ അടിസ്ഥാനത്തിലൊക്കെ. കോമ്പറ്റീറ്റീവ് പാരിറ്റി, അല്ലേ, യൂസ് ദി ആക്ഷൻസ് ഓഫ് സക്സസ്ഫുൾ കോമ്പറ്റീറ്റേഴ്സ്,
സക്സസ്ഫുൾ കോമ്പറ്റീറ്റേഴ്സ് എന്തൊക്കെയാണ് നടത്തിയിട്ടുള്ളത്, നമ്മളെന്താണ് നടത്തുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കാൻ പറ്റുന്നു. ക്രിറ്റിക്കൽ ഫാക്ടേഴ്സ് ഓർ കീ ഫാക്ടേഴ്സ് ഓഫ് സക്സസ്, നമ്മൾ വിമർശനമായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫാക്ടേഴ്സിന് പരിഗണിക്കുക എന്നുള്ള കീ ഫാക്ടർ അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, മെഷറിങ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക, സ്ട്രെങ്ത് വീക്ക്നെസ് മെഷർ ചെയ്യുക എന്നുള്ളത്. ഫസ്റ്റ് വൺ, ആട്രിബ്യൂട്ട് മെഷേഴ്സ് എന്നുള്ളത്. ഇറ്റ് റെഫേഴ്സ് ടു ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ഡെവലപ്ഡ് ടു ഐഡൻറ്റിഫൈ ഓർ ലിസ്റ്റ് ക്യാരക്ടേഴ്സ് ഓഫ് ക്വാളിറ്റി ആൻഡ് ഓർഗനൈസേഷൻ പോസസ് ഓർ ലൈക്ലി പോസസ് ഇൻ ദി നിയർ ഫ്യൂച്ചർ. അല്ലേ, നമ്മൾ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാപനം നിലവിൽ പൊസസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഭാവിയിൽ പൊസസ് ചെയ്യാൻ പറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്വാളിറ്റി, അല്ലെ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ്, അതാണ് എന്ത് ചെയ്യുന്നത് ആട്രിബ്യൂട്ട് മെഷേഴ്സ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇഫക്റ്റീവ് മെഷേഴ്സിൽ എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ സ്റ്റേറ്റ്മെൻറ്റ് that identifies the capability of the organization and will help it in accomplishing particular task or objective. ഒരു പ്രത്യേക ടാസ്ക് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഇതാക്കുന്ന സമയത്ത് ഓർഗനൈസേഷനുള്ള ക്യാപ്പബിലിറ്റീസ് ആണ് എന്ത് ചെയ്യുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഫക്റ്റീവ് എന്താണെന്നുള്ളതാണ്, എഫിഷ്യൻസി. അപ്പോൾ 3 കാര്യം, ഒന്ന് ആട്രിബ്യൂട്ട് മെഷേഴ്സ്, എഫക്റ്റീവ് മെഷേഴ്സ് ആൻഡ് എഫിഷ്യൻസി മെഷേഴ്സ്. ഇറ്റ് ഹെൽപ്സ് മെഷറിംഗ് പ്രൊഡക്ടിവിറ്റി ഓഫ് ആൻ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് പോകുന്നതാണ് നമുക്ക് ബേഡ്സ് ആൻഡ് എൽഡ്രിഡ്ജ് അപ്രോച്ച് എന്താണെന്ന് നോക്കാം. ദേ ഹാവ് ഡിസ്ക്രൈബ്ഡ് എ കോൺസെപ്റ്റ് അപ്രോച്ച് ഫോർ അനലൈസിങ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അനലൈസ് ചെയ്യുന്നതിന് അവരൊരു അപ്രോച്ച് വെച്ചിരുന്നതാണ്. ഇത് സജസ്റ്റ് 3 ഡയമെൻഷൻ, അവർക്ക് 3 ഡയമെൻഷൻസാണ് സജസ്റ്റ് ചെയ്തത്. ഒന്ന് മാനേജ്മെൻറ്റ്, 2 ഓപ്പറേഷൻ ഡയമെൻഷൻ, 3 ഫിനാൻസ് ഡയമെൻഷൻ. ഈ 3 കാര്യങ്ങളും ക്ലിയർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ് ആ സ്ഥാപനത്തെ കൃത്യമായിട്ട് നമുക്ക് വിജയിപ്പിക്കാൻ പറ്റുന്നുണ്ട്. മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് കവേഴ്സ് ടോപ്പ് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസ് ആൻഡ് ബ്രോഡർ ഇഷ്യൂസ്. അല്ലേ, അവരെന്താ കൃത്യമായിട്ട് ടോപ്പ് മാനേജ്മെൻറ്റ് ഇഷ്യൂസും അതേപോലെ തന്നെ ബ്രോഡർ ഇഷ്യൂസിലൊക്കെ എന്താണ് അവർ കൃത്യമായിട്ട് ഇടപെടേണ്ടതുണ്ട്. ഓപ്പറേഷൻ ഡയമെൻഷൻ മീൻസ് ഇൻക്ലൂഡ്സ് റിസോഴ്സസ്, ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ്. അല്ലേ, സ്ഥാപനത്തിൻ്റെ റിസോഴ്സുകളും അതുപോലെ തന്നെ ഫംഗ്ഷൻസൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഫിനാൻസ് ഡയമെൻഷൻസ് എന്നാണ് ഇറ്റ് ഇൻക്ലൂഡ് ക്യാപിറ്റൽ റിസോഴ്സ്. അല്ലേ, ക്യാപിറ്റൽ റിസോഴ്സുകളാണ് എന്ത് ചെയ്യുന്നത് അതിൽ ഇൻക്ലൂഡ് നടക്കുന്നത്. നെക്സ്റ്റ് വാല്യൂ ചെയിൻ അപ്രോച്ച് എന്താണെന്ന് നോക്കാം. ലിങ്ക്ഡ് സെറ്റ് ഓർ വാല്യൂ ക്രിയേറ്റിംഗ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ടിങ് ഫ്രം റോ മെറ്റീരിയൽ ടു പ്രൊഡ്യൂസിങ് ഓർ മാർക്കറ്റിംഗ് എ പ്രോഡക്റ്റ്. അല്ലേ, അത് കൃത്യമായിട്ട് ഒരു പ്രോഡക്റ്റിൻ്റെ എൻഡ് വരെ കൃത്യമായിട്ട് വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വാല്യൂ ക്രിയേറ്റിംഗ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ടിങ് ഫ്രം റോ മെറ്റീരിയൽ ടു പ്രൊഡ്യൂസിങ് ഓർ മാർക്കറ്റിംഗ് പ്രോഡക്റ്റ്. അത് മാർക്കറ്റിൻ്റെ റോ മെറ്റീരിയൽസ് ഫൈൻഡിങ് മുതൽ തുടങ്ങിയിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് ഡെലിവറി മാർക്കറ്റിൽ എത്തിക്കുന്ന വരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാതാക്കുക എന്നുള്ളതാണ്. ഈ ടോപ്പ് എൻവയോൺമെൻറ്റൽ ത്രെറ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അല്ലേ, ആ കാര്യങ്ങൾ എക്സ്റ്റേണൽ ത്രെറ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ്, അതിൽ ഫോർകാസ്റ്റിംഗ് ടെക്നിക്ക് ടൈം സീരീസ് അനാലിസിസ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ജഡ്ജ്മെൻറ്റൽ ഫോർകാസ്റ്റിംഗ് ഇറ്റ് ഈസ് എ ടെക്നിക് ഇൻ വിച്ച് എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ് എക്സെട്ര കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു സെർവ് എ സോഴ്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഫ്യൂച്ചർ ട്രെൻഡ്സ്. അല്ലേ, ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിൻ്റെ ഈ കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ് ഇവരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് സോഴ്സ് ഓഫ് ഡാറ്റ എടുത്തിട്ട് നിയർ ഫ്യൂച്ചറിൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. Then Delphi techniques. In this method, the experts in the appropriate field of study are independently questioned about the probability of some events occurrence. This response of the experts are compiled and a summary sent to each expert. അല്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നത് കൃത്യമായിട്ട് ഓരോ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എക്സ്പേർട്ടിൻ്റെ സഹായത്തോട് കൂടി ചെന്ന് അനലൈസ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണുള്ളത്. നമുക്ക് അടുത്തത് നെക്സ്റ്റ് മൊഡ്യൂളിലാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.